ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിയിരുന്നു. സോ ആ കാറിനകത്ത് വെക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഹോൾഡർ ഞാൻ ഇന്ന് ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്തു. ഇതാണ് ആ മൊബൈൽ ഹോൾഡർ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. സംഭവം ഒരുപാട് ഞാൻ സെർച്ച് ചെയ്തിട്ടാണ് ഇങ്ങനൊരു ഓർഡർ കിട്ടിയത്, നല്ലൊരെണ്ണം സെലക്ട് ചെയ്തത്. കാരണം കുറേ സമയം കഴിയുമ്പോഴത്തേക്ക് ആ ഡാഷ്ബോർഡിൽ നിന്ന് ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വെക്കുന്ന ഫോൺ കുറേ ഗട്ടറിലൊക്കെ വീഴുമ്പോൾ ചിലപ്പോൾ ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. സോ ഒരുപാട് സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കമ്പനിയുടെ ഒരു മൊബൈൽ ഹോൾഡർ ഞാൻ ഓർഡർ ചെയ്തത്. ഇത് പ്രൊമോഷനൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഉപയോഗിച്ച് നോക്കാം. കൊള്ളത്തില്ലെങ്കിലും ഞാൻ അതിന് ശേഷം ഞാൻ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും കൊള്ളില്ല എന്ന്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നല്ല റിവ്യൂ നോക്കിയതിന് ശേഷമാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ മേടിച്ചത്. 699 രൂപയായി ഈ പ്രോഡക്റ്റിന്. ഇതിൽ കുറഞ്ഞ പ്രോഡക്റ്റും വില കുറഞ്ഞ സാധനമുണ്ട്, 300 രൂപയുടെയും 350 രൂപയുടെയൊക്കെ സാധനമുണ്ട്. ബട്ട് നമുക്ക് 1 മാസം 2 മാസത്തേക്ക് ഉപയോഗിക്കാനല്ല ഈ ഒരു സാധനം വാങ്ങിയത്. കാരണം നമ്മുടെ കാറിൽ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് നമുക്കറിയാൻ പറ്റില്ല ഏത് സമയം ആക്സിഡൻറ്റ് സംഭവിക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമുണ്ടാകുന്ന രീതിയിൽ പല ആൾക്കാരും വാഹനം ഓടിക്കുന്നുണ്ട്. സോ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ തെളിവില്ലാതാവാൻ സാധ്യതയുണ്ട്. സോ ഒരു മൊബൈൽ ഹോൾഡർ കാറിനകത്ത് വെക്കുന്ന നല്ലതായിരിക്കും. നിങ്ങളുടെ മൊബൈൽ എപ്പോഴും ഡാഷ്ബോർഡിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ, ക്യാമറ അത്യാവശ്യം ഓൺ ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ യാത്ര പോകുമ്പോൾ നിങ്ങൾക്കത് ഉപകാരമായിരിക്കും. നാളെ അല്ലെങ്കിൽ വാദി പ്രതിയാവുന്ന കാലമാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സാധനം മേടിച്ചത്. സോ ഇതിന് 3 സാധനമാണ് ഇത് കിട്ടിയത്. അൺബോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബോക്സിനകത്ത് 3 ഐറ്റംസാണ് വന്നത്. ഒന്ന് ഡാഷ്ബോർഡിൽ ഒട്ടിക്കാനുള്ള ഒരു സ്റ്റിക്കർ, രണ്ടാമത് അതിന് മുകളിൽ ഒട്ടിക്കാൻ ഒരു റബ്ബർ ടൈപ്പുള്ള ഒരു ചെറിയൊരു സ്റ്റാൻഡ്, പിന്നെ അതിന് മുകളിലാണ് മൊബൈൽ വെക്കാനുള്ള ചെറിയൊരു ഹോൾഡർ വന്നിട്ടുള്ളത്, മൊബൈൽ ഹോൾഡർ വന്നിട്ടുള്ളത്. സോ ഞാൻ ഇത് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവലും കിട്ടിയായിരുന്നു. ഇതാണ് മൊബൈൽ വെക്കുന്ന ഭാഗം. ഇതൊരു ചെറിയ അടിഭാഗത്തൊരു സ്വിച്ചുണ്ട്, ആ ഞെക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് വികസിക്കുന്നതായിരിക്കും. മൊബൈൽ വെക്കാനുള്ള കാണുമ്പോൾ അറിയാൻ പറ്റും. അടിഭാഗത്തെ ആ ഒരു സ്വിച്ചിൽ പ്രസ് ചെയ്യുമ്പം ജസ്റ്റ് അത് അകലുന്നതായിരിക്കും. സോ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് രണ്ടും കൂടെ ചേർത്താൽ മതി, അടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് ഒരു ഇതുണ്ട്, അതും ജസ്റ്റ് ബാക്കിലോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കിലോട്ട് വരുന്നതാണ്. സോ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് മൊബൈൽ വെക്കാവുന്നതാണ്. കണ്ടിട്ട് കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കാറിൽ ഫിറ്റ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയുണ്ടോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെയാണ് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ടായിരിക്കും ഇത് വരുന്നത്. കാരണം നമ്മൾ ഇവിടെ ഒട്ടിച്ചാൽ നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് ചെയ്താൽ നമുക്ക് ജസ്റ്റ് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് ഇവിടെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഈ സ്റ്റിക്കർ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യണം. ഏകദേശം 699 രൂപ അതിൻ്റെ വില. കാരണം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ചിലപ്പം കുണ്ടും കുഴിയൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനം വെക്കുകയാണെങ്കിൽ നമുക്കത് നല്ല ഉപകാരപ്പെടും. ഇത് സ്റ്റിക്കർ ടൈപ്പാണ്. അപ്പോൾ ഈ സ്റ്റിക്കർ ഈ ഡാഷ്ബോർഡിൽ ഒട്ടിക്കണം. ഇത് ഇവിടെ ഒട്ടിക്കേണ്ടി വരും. ഇവിടെ ഒട്ടിച്ചാൽ മാത്രമേ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഒട്ടിക്കാം. ഇതാണ് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. പിന്നെ ഇതെന്ന് പറഞ്ഞത് ഇതാണ്, ഇത് സ്റ്റിക്കറല്ല, ഇത് സ്റ്റിക്കറാണ്. അപ്പോൾ ഇത് അടിഭാഗത്താണോ ഇവിടെ വെച്ചു. ഓക്കെ, അതിപ്പോൾ സെറ്റായിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ഭാഗമാണ് ഇത്. സെക്ഷൻ വരുന്ന ഭാഗമാണ്, അത് ഇതിൻ്റെ ടോപ്പിൽ വരും. അപ്പോൾ ടോപ്പിൽ സ്റ്റിക്കറിൻ്റെ ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഇതിൻ്റെ പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. നമുക്ക് റൊട്ടേറ്റ് ചെയ്യാതെ ഈ സംഭവം സെക്ഷൻ ടൈപ്പാണ്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് ഇളക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് വരുന്നത് ഇവിടെ ഒരു നോബുണ്ട്. ഈ നോബ് ഇളക്കിയിട്ട് ഇതിനകത്ത് ഇടണം. ഇതിനകത്തിട്ടിട്ട് ഇത് ജസ്റ്റ് ഇതിനകത്ത് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇതങ്ങ് ലോക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഈ വരുന്നത് ഇത് മൊബൈൽ ഇത് എങ്ങനെ വേണം തിരിക്കാം, ഇങ്ങനെ വേണം തിരിക്കാം, താഴ്ത്തു വെക്കാം. ഇങ്ങനെ ആയിരിക്കും സാധാരണ വെക്കുന്നത്. അതിനുശേഷം ഇതൊരു സെക്ഷൻ ടൈപ്പാണ്, കാണാൻ പറ്റും. ഓക്കെ, ഇത് ഇതിൻ്റെ പുറത്ത് വെച്ച് സെറ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചെറിയ മൊബൈൽ ഇരിക്കും. ഇത് റൊട്ടേറ്റ് ചെയ്യാം.
ഇത് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അടിയിൽ ഇതുണ്ട്. ഓക്കെ, അതിനുശേഷം ഇതും നമുക്ക് സ്ലൈഡ് ചെയ്യാം. അതിനുശേഷം ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. ഫോൺ ക്ലോസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയല്ലോ. കാരണം സ്ട്രേറ്റ് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഗ്ലാസ് തട്ടും. കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് സ്ട്രേറ്റ് വെക്കാനാണ് ബുദ്ധിമുട്ട്. അടിഭാഗത്തൊരു നോബുണ്ട്, കാണാൻ സാധിക്കും. ഈ നോബ് അത് പ്രസ് ചെയ്യും. ഇതിപ്പോൾ ഇങ്ങനെ ആടുന്നുണ്ട്, ബട്ട് ബാക്കിലത്തെ ഈ നോബിൽ ഈ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആണ് ആ സെക്ഷനായിട്ട് നിന്നോളൂ, അനങ്ങത്തില്ല. ആന പിടിച്ചാലും ആകത്തില്ല. അപ്പോൾ എന്തായാലും ചരിച്ച് ഉപയോഗിക്കാം.